ഇന്നത്തേത് ഒരു കിടിലൻ ഐറ്റാണ്. പൂ പോലുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇന്നത്തേത്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ അതുണ്ടാക്കുന്നത് എങ്ങനെയാണ് കണ്ടോക്കാം. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇതിലോട്ട് മെയിനായിട്ട് വേണ്ടത് പച്ചരിയാണ്. ഞാൻ 1.5 കപ്പ് പച്ചരിയും 1/2 കപ്പ് ഉഴുന്നും 1 ടീസ്പൂണ് ഉലുവയും വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ഒന്ന് കുതിർത്താൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടിയതിൻ്റെ ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലോട്ടിട്ടിട്ട് അരച്ചെടുക്കാം. നമ്മൾ ഒന്ന് കുതിർത്തി വെച്ചിട്ടുള്ള ഒരു വെള്ളമില്ലേ, അത് ചേർത്തിട്ടാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനിതാ ഈ ഒരു ഇതിലോട്ട് 1/4 കപ്പ് വെള്ളമാണ് ഇതിൽ നിന്ന് തന്നെ എടുത്തിട്ട് ഒഴിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. 1/4 കപ്പ് വെള്ളമായിട്ട് 3 പ്രാവശ്യമായിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് അരച്ചെടുത്തിട്ടുള്ളൊരു മാവ് നമുക്കിതുപോലെ പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കാം. അപ്പോൾ ഞാനിതാ രണ്ടും ഇതുപോലെ പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലോട്ട് ആവശ്യത്തിലുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ബീറ്റാക്കി എടുക്കുന്നുണ്ട്. നിങ്ങൾ കൈ വെച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുത്താലും മതി. ഒരു 2-3 മിനിറ്റ് എന്തായാലും നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാൻ ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ അടിച്ചെടുക്കുന്നുണ്ട്. ഇത് മസ്റ്റായിട്ടും നിങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ മാത്രമാണ് ഇത്രയും സോഫ്റ്റ് ആയിട്ടും അതുപോലെ നല്ല പൊങ്ങിയിട്ടുള്ള ഇഡ്ഡലി നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ ഓവർനൈറ്റ് നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. പിറ്റേന്ന് രാവിലെയാണ് നമ്മൾ ഇതൊന്ന് എടുക്കുന്നത്. ആ ഒരു സമയത്ത് നന്നായിട്ട് തന്നെ പൊങ്ങിയിട്ട് ഈ ഒരു മാവൊന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 1/4 ഭാഗത്തോളം മാവ് നന്നായിട്ട് പൊങ്ങി റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഭയങ്കര സോഫ്റ്റാണ് ഈ ഒരു മാവ് ഇരിക്കുന്നത്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. ഇനിയിപ്പോൾ ഈ ഇഡ്ഡലി തട്ടിലേക്ക് ഞാൻ വളരെ കുറച്ച് വെളിച്ചെണ്ണ ഇതുപോലെ ഒന്ന് തേച്ചെടുക്കുന്നുണ്ട്. ഇഡ്ഡലി തട്ട് ഞാൻ സ്റ്റീമറിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഒരു കുഴിയിലായിട്ടായിട്ട് ഈ മാവ് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 ഭാഗത്തോളം മാത്രമേ നമ്മൾ ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് ആയ സമയത്ത് ഇഡ്ഡലി നന്നായിട്ട് വെന്തിട്ട് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇഡ്ഡലി പൊങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഈ ഒരു ഇഡ്ഡലി തട്ടിൽ നിന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അടിയിലൊന്നും തീരെ പിടിക്കാത്ത രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു ഇഡ്ഡലി ഒന്ന് കിട്ടിയിട്ടുണ്ട്. ചെറിയ കുഞ്ഞു ബബിൾസുകളായിട്ടാണ് നമുക്ക് ഈ ഒരു ഇഡ്ഡലി കിട്ടിയിട്ടുള്ളത്. നല്ല സോഫ്റ്റാണ്. നമുക്കിത് ചായയുടെ കൂടെ വെറുതെ ഇങ്ങനെ കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ പൂ പോലെയുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഇഡ്ഡലി നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കട്ടെ. ഇഷ്ടമായാൽ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവുക. ഇൻഷാ അല്ലാഹ്. ഓക്കെ.